പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 4.25 വർഷക്കാലമായി ജനവിരുദ്ധമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒട്ടേറെ നടപടികൾ പിണറായി വിജയൻ എടുത്തിട്ടുണ്ടെങ്കിലും ആ നടപടികളെല്ലാം ജനവിരുദ്ധമാണ് എന്നും അത് തെറ്റാണെന്നും പൂർണ്ണമായി ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും പിൻവലിക്കാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. എത്രയോ സംഭവങ്ങൾ, എത്രയോ വിഷയങ്ങളിൽ വലിയ ജനവികാരം ഉയർന്നു വന്നു. പക്ഷേ ആ ജനവികാരമെല്ലാം പിണറായി വിജയന് എതിരായിരുന്നപ്പോഴും അതൊന്നും പിൻവലിക്കാൻ, അതൊന്നും തെറ്റാണെന്ന് സൂചിപ്പിക്കാൻ, പറയാൻ, ജനങ്ങളോട് അംഗീകരിക്കാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പം നമ്മൾ കാണുന്നത് എന്താ സുഹൃത്തുക്കളെ? ഇപ്പം നമ്മൾ കാണുന്നത് പിണറായി വിജയൻ വാല് ചുരുട്ടുന്നതാണ്. പിണറായി വിജയൻ സമസ്താപരാധം പറയുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൊഴുകയോടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പിണറായി വിജയനെയാണ് നമ്മളൊരു 8-10 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചൊരു വിശദാംശങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ വഴങ്ങിയത്, ആർക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ വഴങ്ങിയത്, എന്തായിരുന്നു വഴങ്ങിയതിൻ്റെ കാരണം എന്നുള്ള വിഷയം ജനങ്ങളുമായി, എൻ്റെ പ്രേക്ഷകരുമായും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു സിസ തോമസ് എന്ന് പറഞ്ഞ ഒരു വനിതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ആ വനിതയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഏത് സർക്കാരിന് കീഴിലായാലും ആത്മാർത്ഥമായി കമ്മിറ്റ്മെൻറ്റോടുകൂടി ജോലി ചെയ്യുക എന്നുള്ളതായി. എന്താണോ തന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ആത്മാർത്ഥതയോടെ നിർവഹിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമായിരുന്നു സിസ തോമസ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന അവർക്കുണ്ടായിരുന്നു. അവർ അതിനു മുമ്പ് കോളേജിലെ പ്രൊഫസറും പല എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറും ഒക്കെ ആയിരുന്നു. അവസാനം ഒരു വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു സീനിയർ ആയിട്ടൊരു പൊസിഷനിൽ അവർ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന ഒരു രാജശ്രീ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വൈസ് ചാൻസലർ നിയമനം സുപ്രീം കോടതി വോയിഡ് അബ് ഇനിഷ്യോ എന്ന് പറഞ്ഞ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ആകസ്മികമായി ഈ വനിത സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലറായി നിയമിതയായി. അത് അവരാരുടെ അടുത്തെങ്കിലും പോയി ശുപാർശ ചെയ്തിട്ടോ ആരുടെയെങ്കിലും കാല് തിരുമിയിട്ടൊന്നും ആയിരുന്നില്ല. അവരങ്ങനെ ചെയ്യുന്നവരേ അല്ല. വളരെ ആത്മാർത്ഥതയുള്ള ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് അവർ. ഒരു IT വിദഗ്ധയും കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ആകസ്മികമായി അവിടെ നിയമിതയായി. കാരണം അവർക്ക് അത്തരത്തിൽ ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് കണ്ട് ആ സ്ഥാനത്തേക്ക് അവരെ നിയമിച്ചത് അന്ന് കേരള ഗവർണറായിരുന്ന ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അവരെ അന്ന് നിയമിച്ചത് ഗവർണർ ആയിരുന്നു എന്നുള്ളത് കൊണ്ടും സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവരവിടെ നിയമിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ടും ഈ സർക്കാർ അതിഭീകരമായിട്ടാണ് അവരെ പീഡിപ്പിച്ചത്. അവരെ അവിടെ വൈസ് ചാൻസലറായി നിയമിതയാവാൻ സർക്കാരിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഗവർണർ അവരെ നിയമിച്ചതുകൊണ്ട് അവരതിന് തയ്യാറായി. അതാണ് അവർ ചെയ്തത്. ഗവർണർ നിയമിച്ചതുകൊണ്ടാണ്. പക്ഷേ ആ നിയമനം ഇഷ്ടപ്പെട്ടില്ല സർക്കാരിന്. അവർ ഒരു സീനിയർ ആയിട്ടുള്ള പ്രൊഫസറാണ്. അവരെ വൈസ് ചാൻസലറായി നിയമിതയായപ്പോൾ അവർ വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ കാണാൻ ചെന്ന് അവർ മുഖം കൊടുത്തില്ല. മുഖം കാണാൻ പോലും അനുവദിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നന്ദിയിലാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിനുശേഷം ഒരു വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, അവരെന്തോ ഇഷിത റോയ് എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്, അവരെ കാണാൻ ചെന്നു. അവരും ഇവരെ കാണാൻ അനുവദിച്ചില്ല. അവരതുകൊണ്ട് അവിടെ ഒരു കുറിപ്പ് എഴുതി കൊടുത്തിട്ട് അവർ പോയി ആ സ്ഥാനത്ത് കയറി. ആ സ്ഥാനത്ത് അവർ ജോലിയിൽ പ്രവേശിച്ചു. കാരണം ഗവർണർ പറഞ്ഞിട്ടാണല്ലോ, ഗവർണറെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ കയറിയ അവരെ അങ്ങ് പീഡിപ്പിക്കാൻ തുടങ്ങി ഈ സർക്കാർ. അവരുടെ പെൻഷൻ തടഞ്ഞു വെച്ചു. അവർ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ദിവസം തന്നെ അവർക്കെതിരെ എന്തോ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ പല കോടതികളിലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ മുതൽ എനിക്കൊന്ന് സുപ്രീം കോടതി വരെ കയറിയിറങ്ങിയിട്ടാണ് അവർക്ക് കിട്ടാനുള്ള പെൻഷനും കാര്യങ്ങളും എല്ലാം അവർക്ക് ലഭിച്ചത്. പക്ഷേ അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവരൊരു ആർജവമുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഒരു വനിതയായി. അവരിടക്കാലത്ത് ഒരു 5-6 ദിവസം കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് അവരിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഈ CPM-കാരുടെ
ഈ വൃത്തികേടുകൾക്കെതിരെ അവർ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വലിയ പോരാട്ടം നടത്തി. അങ്ങനെ അവർ സി പി എമ്മിൻ്റെ കണ്ണിലെ കരടായിട്ട് അവർ മാറി. അങ്ങനെ മാറിയിരിക്കുന്ന സമയത്താണ് അവർ ഇതുപോലെ തന്നെ ആകസ്മികമായി അവർ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഒരു നിയമിതയാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ വലിയ ശക്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള സമരങ്ങൾ അവർക്കെതിരെ SFIയുടെ നേതൃത്വത്തിൽ അരങ്ങേറി, സാങ്കേതിക സർവകലാശാലയിൽ അരങ്ങേറി, കേരള സർവകലാശാലയിൽ അരങ്ങേറി. അവരെ ഘരാവോ എന്നൊക്കെ പറഞ്ഞ് SFI നിരന്തരം തെരുവിലായിരുന്നു അവർക്കെതിരെ. ഗോവിന്ദൻ പോലും പലപ്പോഴും സമരമുഖത്തെത്തി ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആ നിലയിൽ അതിശക്തമായി സമര പോരാട്ടങ്ങളിലായിരുന്നു SFIയും CPMും ഒക്കെ സിസാ തോമസിനെതിരെ. അങ്ങനെ സിസാ തോമസ് ഡിജിറ്റൽ സർവകലാശാലയിൽ വൈസ് ചാൻസലറായി നിയമിതയായി. സുഹൃത്തുക്കൾ, അവിടെ ഇരുന്നു കൊണ്ട് അവർ നടത്തിയ ചില നടപടികൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ ഏകാധിപത്യ ഭരണാധികാരിയെ ക്രുദ്ധനാക്കി എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും കുറവുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം അവർ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ആത്മാർത്ഥതയുള്ള ജോലിയോട് പ്രതിബദ്ധതയുള്ള ഒരു വനിതയായിരുന്നു. അവർ ഡിജിറ്റൽ സർവകലാശാലയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അടിമുടി അഴിമതിയാണെന്ന് അവർക്ക് മനസ്സിലായി. ആ സർവകലാശാല ഉണ്ടാക്കിയത് തന്നെ അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണോ എന്ന് അവർക്ക് തോന്നി. അവരവിടെ ചെന്ന് അവിടെ ഫയലുകളൊക്കെ പരിശോധിച്ചപ്പോഴത്തേക്കും ഒരു അതിഭീകരമായിട്ടുള്ള അഴിമതി. ആ അഴിമതി സംബന്ധിച്ച് അവർ റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ട് അവർ ഗവർണർക്ക് അയച്ചു കൊടുത്തു. കാരണം ഗവർണറാണ് ചാൻസലർ. കാരണം ആ റിപ്പോർട്ട് അവർ ഉണ്ടാക്കിയില്ലെങ്കിൽ നാളെ ഈ അഴിമതി ഉത്തരവാദിത്വം ചിലപ്പോൾ അവരുടെ തലയിൽ വരും എന്നവർക്ക് മനസ്സിലായി. അവർ നോക്കുമ്പോൾ അവർ വരുന്നതിന് മുമ്പ് സജി ഗോപിനാഥ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്ത് അവിടെ അടിമുടി മുകൾ തട്ട് മുതൽ താഴെത്തട്ട് വരെ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ അവിടെ അതിഭീകരമായിട്ടുള്ള അഴിമതിയാണെന്ന് കണ്ട് ആ അഴിമതിയുടെ വിശദാംശങ്ങളെല്ലാം കൂടി വെച്ച് അവർ ഗവർണർക്ക് ഒരു കത്ത് കൊടുത്തു. ആ കത്ത് ഫലത്തിൽ പിണറായി വിജയൻ കലിതുള്ളി എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണത്തിൽ പിണറായി വിജയൻ രോഷാകുലനാവുകയല്ലേ ചെയ്ത്, കലിതുള്ളി, വെളിച്ചപ്പാട് തുള്ളുന്ന പോലെ അത് കണ്ടപ്പോൾ തുള്ളി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ തീർക്കണം എന്നുള്ള നിലയിൽ നീങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ ഗവർണർ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട്, ഗവർണറാണ് ചാൻസലർ എന്നുള്ളതുകൊണ്ട് അവരെ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ ഗവർണർ ഈ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും വിഷയം ഒരു നിയമപ്രശ്നത്തിലേക്ക് ചെന്നു. ഗവർണർ ഇവരെ ഒന്നുകിൽ സാങ്കേതിക സർവകലാശാലയിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ സർവകലാശാലയിലോ ഇവരെ വൈസ് ചാൻസലർ ആക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഗവർണർ കാണിച്ചു. കാരണം അവരായിരുന്നു ഏറ്റവും വിദ്യാസമ്പന്നയും ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള ഒരു വനിത. പക്ഷേ ഒരു കാരണവശാലും ഇവരെ ആക്കില്ല. പ്രത്യേകിച്ച് ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇവരെ ആക്കാൻ സമ്മതിക്കില്ല എന്ന് വ്രതമെടുത്തു പിണറായി വിജയൻ. അങ്ങനെ ആ വിഷയം സുപ്രീം കോടതി ചെന്നു. സുപ്രീം കോടതി സുധാംശു ധൂലിയ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ ഈ സർവകലാശാലയിലെ വൈസ് ചാൻസലർമാർ ആരാണെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചു. അത് തന്നെ തെറ്റും നിയമവിരുദ്ധമായിരുന്നു എന്നുള്ള കാര്യമുണ്ട്. കാരണം വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിമാരല്ലല്ലോ. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് അവസരം ചർച്ച. അങ്ങനെ വെച്ചു. എന്നിട്ട് അയാൾ ഇവിടെ വന്നു, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു, ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തി, 2 സർവകലാശാലകളിലും ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റിൽ നിന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കണം എന്നാണ് ഈ സുധാംശു ധൂലി സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. ആ ലിസ്റ്റ് ഉണ്ടാക്കി ഗവർണർക്ക് കൊടുത്തപ്പോൾ ആ ലിസ്റ്റിൽ 2 ലിസ്റ്റിലും സിസാ തോമസ് ഉണ്ടായിരുന്നെങ്കിലും സിസാ തോമസ് 2 ലിസ്റ്റിലും നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ് മുഖ്യമന്ത്രി അത് ഗവർണറെ കൊണ്ടുവന്ന് കൊടുത്തത്. നോട്ട് എലിജിബിൾ. എന്നിട്ട് ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് സജി ഗോപിനാഥ് തന്നെ വേണം എന്നും മുഖ്യമന്ത്രി വാശി പിടിച്ചു. പക്ഷേ ഗവർണറാണ് വിട്ടുവീഴ്ച ഗവർണർ കാണിച്ചില്ല. ഗവർണർ പറഞ്ഞു, ഒരു കാരണവശാലും സിസാ തോമസിനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അവർ 2 ലിസ്റ്റിലുമുണ്ട്. അവരേറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വനിതയാണ്. അതുകൊണ്ട് അവരെ വൈസ് ചാൻസലർ ആക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞ് തർക്കമുണ്ടാക്കി. സമവായത്തിലെത്താൻ വേണ്ടിയിട്ട് മന്ത്രി ആർ ബിന്ദുവും പി രാജീവും കൂടെ ചെന്നു. ഗവർണർ വിട്ടുവീഴ്ച നടത്തിയില്ല. അവസാനം മുഖ്യമന്ത്രി തന്നെ ചെന്നു. മുഖ്യമന്ത്രി തന്നെ ചെന്ന് സമവായം ഉണ്ടാക്കി. ഗവർണറുമായി സമവായം ഉണ്ടാക്കി. ആ സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറും ഒരു 2 സ്റ്റെപ്പ് പിന്നോട്ട് പോയി.
സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലറാക്കാൻ തീരുമാനിച്ചു. സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലറാക്കാൻ തീരുമാനിച്ചു. സുഹൃത്തുക്കൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം. സിസ തോമസ് എന്ന് പറഞ്ഞ ഈ വനിതയെ അതിഭീകരമായി പീഡിപ്പിച്ച സർക്കാരാണ് ഈ സർക്കാർ. സിസ തോമസിനെ ഒരു കാരണവശാലും ഈ 2 സർവകലാശാലയിലും വൈസ് ചാൻസലർ ആക്കില്ല എന്ന് വ്രതമെടുത്ത ആളാണ് പിണറായി വിജയൻ. ഈ 2 സർവകലാശാലകളെ സംബന്ധിച്ച് ലിസ്റ്റ് കൊടുത്തപ്പോഴും ഇവരെ നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയാണ് പിണറായി വിജയൻ കൊടുത്തത്. പക്ഷേ ഗവർണർ വിട്ടുവീഴ്ച കാണിച്ചില്ല. അവസാനം പിണറായി വിജയൻ വാലി ചുരുട്ടി തൊഴുകയോടെ ഗവർണർ റൂമിൽ ഇച്ഛ എണ്ണ വരച്ചുകൊണ്ട് സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആക്കാൻ വേണ്ടിയിട്ട് സിസ തോമസിനെ അംഗീകരിച്ചു കൊടുത്തു. ആലോചിച്ച് നോക്കും നമ്മൾ. പിണറായി വിജയൻ്റെ തിരിഞ്ഞോട്ടം ആരംഭിച്ചു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവല്ലേ അത്? എന്തുമാത്രം സമര SFIക്കാർ നടത്തി, എന്തുമാത്രം സമരം CPM നടത്തി, എന്തൊക്കെ വൃത്തികേടുകൾ ഇവർക്കെതിരെ വിളിച്ചു പറഞ്ഞു, അവരെ ഘരാവോ ചെയ്തു, അവരെ എന്തൊക്കെ ചെയ്തു, അവർക്ക് പെൻഷൻ കൊടുക്കാതിരുന്നു, അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, ഇതൊക്കെ ചെയ്തു. എന്നിട്ടും അവരെ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലറാക്കാൻ പിണറായി വിജയൻ നിർബന്ധിതനായത് പിണറായി വിജയൻ്റെ പിന്തിരിഞ്ഞോട്ടം ആരംഭിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് നമ്മൾ കാണും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിച്ചു. ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ എന്തുകൊണ്ടാണ് സജി ഗോപിനാഥിനെ വൈസ് ചാൻസലറാക്കി? അതാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം. കാരണം ഈ സജി ഗോപിനാഥ് ഒരു IT വിദഗ്ധനൊന്നുമല്ല. അതിനേക്കാളും വിദ്യാഭ്യാസ യോഗ്യതയുള്ള IT മേഖലയിൽ കൂടുതൽ പരിചയസമ്പന്നരായിട്ടുള്ള ഡസൻ കണക്കിന് ആളുകൾ കേരളത്തിലും പുറത്തുമില്ലേ ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലറാക്കാൻ? അപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലർ സജി ഗോപിനാഥ് എന്തുകൊണ്ടായി? ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലറായി സിസ തോമസിനെ എന്തുകൊണ്ട് നിയമിച്ചില്ല? അതും കൂടി നമ്മളൊന്ന് കാണണം. എന്താണ് ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ സജി ഗോപിനാഥിനെ വൈസ് ചാൻസലറാക്കണമെന്ന് പിണറായി വിജയൻ എത്ര നിർബന്ധം? എന്താണ് പിണറായി വിജയൻ എത്ര നിർബന്ധം? അവിടെയാണ് പിണറായി വിജയൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങളും അഴിമതി താല്പര്യങ്ങളും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സിസ തോമസ് വരുന്നതിന് മുമ്പ് വർഷങ്ങളോളം ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലർ സജി ഗോപിനാഥ് ആയിരുന്നു. ആ സജി ഗോപിനാഥിൻ്റെ കാലഘട്ടത്തിലാണ് വലിയ തോതിൽ അഴിമതി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടന്നു എന്ന് പറഞ്ഞിട്ട് സിസ തോമസ് ഗവർണർക്ക് കത്ത് കൊടുത്തത്. ആ അഴിമതിക്കാരനെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആക്കാൻ പിണറായി വിജയൻ നിർബന്ധ ബുദ്ധി കാണിച്ചു എന്ന് പറയുമ്പോൾ അതിന് പുറകിൽ നിക്ഷിപ്ത താല്പര്യങ്ങളും അഴിമതി താല്പര്യങ്ങളും ഉണ്ടെന്നുള്ള വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? വ്യക്തമല്ലേ? അപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അയാൾ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്ത് അയാളെ ഉപയോഗിച്ച് അവിടെ അഴിമതി നടത്താനുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത വിനീത വിധേയനും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 1.5 വർഷം ജയിലിൽ കിടന്ന ആളുമായിട്ടുള്ള എം ശിവശങ്കരനായിരുന്നു ആ അഴിമതി അവിടെ സജി ഗോപിനാഥിനെ കൊണ്ട് നടത്തിച്ചുകൊണ്ടിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന കോടികളുടെ അഴിമതികളുടെ വേര് ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വേര് ക്ലിഫ് ഹൗസിൽ പിണറായി വിജയൻ്റെ മകളുടെ മുറിയിലേക്ക് ആണ്ടുപോയിരിക്കുന്നു എന്നുള്ള വിവരവും ഈ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഡിജിറ്റൽ സർവകലാശാലയിൽ സജി ഗോപിനാഥിനെ നിയമിക്കണം എന്ന് മുഖ്യമന്ത്രി നിർബന്ധം പിടിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? അവിടെ വലിയ തോതിൽ അഴിമതി നടന്നിട്ടുണ്ട്. ആ അഴിമതിക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള ആൾ സജി ഗോപിനാഥാണ്. ആ അഴിമതി നടന്നത് പലതിൻ്റെയും വേരുകൾ ക്ലിഫ് ഹൗസിൽ പിണറായി വിജയൻ്റെ മകളുടെ മുറിയിലേക്ക് വരെ എത്തിച്ചേരുന്നു എന്നുള്ളത് കൊണ്ടാണ് സജി ഗോപിനാഥിന് വേണ്ടി പിണറായി വിജയൻ ഇത്ര വലിയ പിടി പിടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പിണറായി വിജയൻ്റെ താല്പര്യം അഴിമതിയിലും മകളിലുമാണ് എന്ന് വ്യക്തമാണ്. പക്ഷേ പിണറായി വിജയൻ മനസ്സിലാവാതിരുന്ന കാര്യത്താണ്. പിണറായി വിജയൻ നോക്കുമ്പോൾ ഗവർണർ സമ്മതിച്ചു, ഡിജിറ്റൽ സർവകലാശാലയിൽ സജി ഗോപിനാഥിനെ PC ആക്കാൻ ഗവർണർ സമ്മതിച്ചു എന്ന ദീർഘനിശ്വാസം വിടുകയാണ് പിണറായി വിജയൻ. പക്ഷേ ബുദ്ധിരാക്ഷസനാണ് ഗവർണറായിട്ടുള്ള ആർലേക്കർ എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കിയിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറയുകയും വളരെ വോക്കലായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. എന്നാൽ ആർലേക്കർ അതല്ല, പതിഞ്ഞ സ്വഭാവക്കാരനാണ്. പക്ഷേ എന്താണോ തൻ്റെ മനസ്സിൽ അദ്ദേഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അത് വളരെ നിശബ്ദനായിരുന്ന് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ് ആർലേക്കർ എന്നുള്ളത് കൊണ്ട് ആണ് ആർലേക്കർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറാക്കി വെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നത്. അല്ലാതെ പിണറായി വിജയൻ്റെ സമവായത്തിന് അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സജി ഗോപിനാഥിന് അധികകാലം ഡിജിറ്റൽ സർവകലാശാലയിൽ തുടരാൻ കഴിയില്ല എന്ന് ആർലേക്കർക്ക് അറിയാം എന്നുള്ളത്, ഗവർണർക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് കാരണം? ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്ന അഴിമതി സംബന്ധിച്ച് നേരത്തെ അവിടെ ഇരുന്ന സമയത്ത് സിസ തോമസ് ഗവർണർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്
ഗവർണർ CAG-ക്ക് അയച്ചു കൊടുത്തു. ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CAG അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ CAG അന്വേഷണത്തിൻ്റെ ഫലം പുറത്തു വരുന്ന ദിവസം വരെ മാത്രമേ സജി ഗോപിനാഥിന് ഡിജിറ്റൽ സർവകലാശാലയിൽ തുടരാൻ കഴിയൂ എന്ന് ഗവർണർ ശ്രീമാൻ ആർലേക്കർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ആർലേക്കർ ഒരല്പം പിടി വിട്ടുകൊടുത്തത്. സമവായമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിക്കോട്ടെ എന്ന് ആർലേക്കർക്ക്. പക്ഷേ ഈ ഡിജിറ്റൽ സർവകലാശാലയിലെ CAG ഓഡിറ്റ് തീരുന്ന ദിവസം സജി ഗോപിനാഥിൻ്റെ പണി തീരും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വിട്ടുകൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അന്തിമമായി പറയാനുള്ള എന്താണ്, സിസ തോമസ് എന്ന വനിതയ്ക്ക് മുന്നിൽ, സിസ തോമസ് എന്ന് പറഞ്ഞ വനിത നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തിന് ഗവർണർ ആർലേക്കർ കൊടുത്തിട്ടുള്ള പിന്തുണ, ആ പിന്തുണയുടെ ഭാഗമായി പിണറായി വിജയൻ ഛർദിൽ വിഴുങ്ങിയ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. SFIക്കാരും CPM-കാരും ഒക്കെ വാലും ചുരുട്ടി ഓടുകയാണ്. അവരുടെ പുറകെ പിണറായി വിജയനും ഈ വിഷയത്തിൽ വാലും ചുരുട്ടി ഓടുന്ന വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.